प्यारे छात्रों, नमस्कार। आज हम नवीं कक्षा का तीसरा पाठ पढ़े। यह एक कहानी है। कहानी का नाम है पक्षी और दीमक। कहानीकार का नाम है गजानन माधव मुक्तिबोध। गजानन माधव मुक्तिबोध की एक लंबी कहानी है पक्षी और दीमक। इस कहानी के भीतर समाहित एक छोटी कहानी है, वास्तव में पक्षी और दीमक। लेकिन कहानीकार ने पक्षी और दीमक शीर्षक रखा गया है। संपूर्ण कहानी के भीतर की इस छोटी कहानी को यहाँ दिया गया है। ഗജാനൻ മാധവ് മുക്തിബോധ് എഴുതിയിരിക്കുന്ന ഒരു നീണ്ട കഥയാണ് പക്ഷി ഔർ ദീമക് എന്നുള്ള കഥ. ഇതിലെ ഈ ഒരു വലിയ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ കഥയാണ് പക്ഷി ഔർ ദീമക് എന്നുള്ളത്. എന്നാൽ കഥാകാരൻ ആ കഥയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് പക്ഷി ഔർ ദീമക് എന്നാണ്. അപ്പോൾ ഈ സമ്പൂർണ്ണ കഥയിലുള്ള ഒരു ചെറിയ കഥ പക്ഷിയും ചിതലുകളും എന്നുള്ള കഥയാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ പാഠഭാഗം. यह एक आलसी പക്ഷി की कहानी है. ഇതൊരു മടിയനായ പക്ഷിയുടെ കഥയാണ്. कोई भी काम किए बिना भोजन करने का आलसी मनोभाव वाले एक പക്ഷി की कहानी है यह. അല്ലേ, ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിക്കാനുള്ള അലസ മനോഭാവമുള്ള ഒരു പക്ഷിയുടെ കഥയാണ് ഇത്. ഉൻകെ പിതാനെ ഉൻകോ ചേതാവനി ദി. അല്ലേ, ആ പക്ഷിയുടെ അച്ഛൻ അതിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ലേക്കിൻ പക്ഷി പിതാജിക്ക് ബാത്തേ നഹി മാനി. അല്ല, എന്നാൽ പക്ഷി എന്ത് ചെയ്തില്ല? അച്ഛൻ പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ചില്ല. ആജ്കൽ കാ സമാജ് കി ഹാലത്ത് ബി ഐസി ഹെ. അല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ്? അങ്ങനെയാണ്. മാ ബാപ്പ് കി ബാത്തേ മാനനെ കെ ലിയെ വേ തയ്യാർ നഹി ഥെ. അല്ലെ, അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കാൻ ഇന്നത്തെ സമൂഹം എന്തല്ല, തയ്യാറല്ല. अंत में जान खतरे में पड़ने पर वे अपनी गलती पहचान लेती है. അല്ലെ, അവസാനം ജീവൻ അപകടത്തിലാവുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നത്. കഹാനി കി ഓർ ദേഖിയെ. കഥയിലേക്കൊന്ന് നോക്കാം. പക്ഷി और दीमक. പക്ഷിയും ചിതലുകളും. एक था पक्षी. वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. उनकी निगाहें भी बड़ी तेज थी. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. एक दिन वो नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए थे. गाड़ी वाला चिल्ला चिल्ला कर कहता है, 2 दीमके लो, 1 पंख दो. एक था पक्षी. एक പക്ഷി था. ഒരു പക്ഷി ഉണ്ടായിരുന്നു. वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. അത് നീലാകാശത്തിലെ വളരെ ഉയരത്തിൽ പറക്കുകയായിരുന്നു. उसके साथ उसके पिता और मित्र भी थे. उस പക്ഷി के साथ उसके पिता थे और मित्र भी थे. ആ പക്ഷിയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? അതിൻ്റെ അച്ഛനുണ്ടായിരുന്നു, അതേപോലെ മിത്ര ഫ്രണ്ട്സ്, അതിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. सब बहुत ऊंचाई पर उड़ने वाले പക്ഷി थे. എല്ലാവരും എന്താണ്? വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹെ ബി ബഡി തേസ് ഥി. നിഗാഹ് ദൃഷ്ടി, അല്ലേ, അതിൻ്റെ നോട്ടം എന്താണ്? വളരെ തീക്ഷ്ണമായിരുന്നു. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती. അല്ലെ, ആ പക്ഷികൾക്ക് ദൂരെ ദൂരെയുള്ള ഭനക്ക് എന്താണ്? മന്ദ ധ്വനി, അല്ലേ, നേരിയ ശബ്ദം. और महक, महक എന്താണ്? മന്ദ ഗന്ധ്, അല്ലെ, നേരിയ സ്മെല്ല് പോലും അതിന് കിട്ടുമായിരുന്നു. അല്ലേ, അതായത് വളരെ ഉയരത്തിൽ പറക്കുമ്പോഴും
എന്ത് ലഭിക്കുമായിരുന്നു അതിനെ? നേരിയ ശബ്ദത്തെയും നേരിയ ഗന്ധത്തെയും തിരിച്ചറിയാനുള്ള കഴിവ് ആ പക്ഷികൾക്ക് ഉണ്ടായിരുന്നു. एक दिन वो नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. एक दिन ഒരു ദിവസം എന്താണ്? വഹ് നൗജവാൻ പക്ഷി, ആ നൗജവാനായ പക്ഷി ഭൂമിയിലൂടെ പോകുന്ന ഒരു ബൈൽഗാഡി ഒരു കാളവണ്ടി കണ്ടു. उसमें बड़े बड़े बोरे भरे हुए हैं. ആ ബൈൽഗാഡിയിൽ എന്തുണ്ടായിരുന്നു? ഉസ് ബൈൽഗാഡി പർ ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ ഹേ, വലിയ വലിയ ചാക്കുകൾ. ബോരെ എന്താണ്? സാക്ക് വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ചില്ല ചില്ലാക്കർ കഹത്താ ഹേ ദോ ദീമക്കെ ലോ ഏക് പങ്ക് ദോ. ആ വണ്ടിക്കാരൻ ചില്ല ചില്ലാക്കർ എന്താണ്? ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ദോ ദീമക്കേം ലോ, 2 ചിതലുകളെ എടുത്തുകൊള്ളൂ. ഏക് പങ്ക് ദോ, എന്നിട്ട് ഒരു പങ്ക് ചിറക് തരൂ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഉസ് നൗജവാൻ പക്ഷി കോ ദീമकों का शौक था. वैसे तो उस ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. उस नौजवान पक्षी को दीमकों का शौक था. शौक इंटरेस्ट, रुचि, താല്പര്യം. എന്നാൽ ആ നൗജവാൻ പക്ഷികൾക്ക് ചിതലുകളെ വലിയ താല്പര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. വൈസത്തോ ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോ കോ ഹവാമേ ഹി ബഹുത് സെ കീടെ തൈർത്തെ ഹുയെ മിൽ ജാത്തെ. എന്നാൽ ആകാശത്തിലൂടെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് അല്ല കാറ്റിൽ നീന്തിപ്പോകുന്ന ധാരാളം കീടങ്ങളെ അതിന് ഭക്ഷിക്കാൻ കിട്ടുമായിരുന്നു. ജിനെ ഖാക്കർ വേ അപ്നി ഭൂക്ക് ധോടി ബഹുത് ശാന്ത് കർ ലേത്തെ. അല്ലേ, അവയെ കഴിച്ചിട്ടാണ് ഈ പക്ഷികളെ അവരുടെ വിശപ്പ് മാറ്റിയിരുന്നത്. लेकिन दीमकें सिर्फ ज़मीन पर मिलती थी. कभी कभी पेड़ों पर ज़मीन से तने पर चढ़कर ऊंची डाल तक वे अपना मट्टियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह न मिलते. लेकिन दीमकें सिर्फ ज़मीन पर मिलती है. എന്നാൽ ഈ ദീമക് ചിതലുകളെ എവിടെ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ? ഭൂമിയിൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. कभी कभी पेड़ों पर ज़मीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती. ചിലപ്പോഴൊക്കെ എന്താണ് ഈ ചിതലുകളെ നമ്മളെ ഭൂമിയിൽ നിന്ന് അല്ലേ ചില മരത്തിൻ്റെ തടിയിൽ നിന്ന് മേലോട്ടിങ്ങനെ മട്ടിയാല ഘർ ലംബ ഘർ അല്ലേ, അതിൻ്റെ മട്ടിയാല എന്താണ്? മഡിയാണ്, മണ്ണ് നിറഞ്ഞിട്ടുള്ള അതിൻ്റെ നീളമുള്ള ഒരു വീടായിട്ട് കാണുന്നുണ്ട്. ചില മരത്തടികളിലൊക്കെ നമ്മൾ കാണാറില്ലേ ചിതലുകളുടെ കൂട് അല്ലേ, അതേപോലെ ഉണ്ടാകുമായിരുന്നു. അവർ വേ സബ് ഏക് ജഗഹ് ന മിൽത്തെ. എന്നാൽ ഈ മൺകൂടുകളെ എന്താണ് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ കാണപ്പെടില്ല, പല പല സ്ഥലത്തായിട്ട് അവയെ അന്വേഷിച്ച് പോകണമായിരുന്നു. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. അപ്പോൾ നൗജവാൻ പക്ഷിക്ക് ഇങ്ങനെ തോന്നി അല്ലേ, പക്ഷിക്കോ ലഗ അതിനിങ്ങനെ തോന്നി. എന്താ തോന്നിയത്? യഹ് ബഹുത് ബഡി സുവിധ ഹേ അല്ല, ഇതെന്താണ് ഭയങ്കര സൗകര്യമാണ്. എന്ത്? ഏക് ആദ്മി ബോരോമേ ഭർക്കർ ദീമക്കോ കോ ബേച്ച് രഹാ ഹേ. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ചാക്കുകളിൽ നിറച്ചിട്ട് ദീമക്കിനെ വിൽക്കുകയാണ്. ഇത് വലിയ സൗകര്യം തന്നെയെന്ന് പക്ഷിക്ക് തോന്നി. वह अपनी ऊंचाइयाँ छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. ആ പക്ഷി എന്ത് ചെയ്തു? अपने ऊंचाइयों को छोड़कर അല്ലേ ഉയരങ്ങളെ ഉപേക്ഷിച്ചിട്ട് നീച്ചെ ഉതർത്താ ഹേ താഴത്തേക്ക് ഇറങ്ങി വന്നു. और पेड़ की एक डाल पर बैठ जाता है. അങ്ങനെ മരത്തിൻ്റെ ഒരു ബ്രാഞ്ച്, ഡാൽ എന്താണ്? ബ്രാഞ്ച്, അതിൻ്റെ ഒരു ശിഖരത്തിൽ വന്ന് ഇരുന്നു. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ 2 दीमकें दबाकर वह पक्षी फुर्स से उठ जाता है. दोनों का सौदा तय हो जाता है. സൗദ കച്ചവടം അല്ലേ, രണ്ടുപേരുടെയും കച്ചവടം എന്തായി? തൈ ഹോന എന്താണ്? നിശ്ചയിക്കുക, ഉറപ്പിക്കുക. ഏതാണ് ഈ 2 പേര്? പക്ഷി അവർ ഗാഡിവാല അല്ലേ, ഈ വണ്ടിക്കാരനും അതേപോലെ പക്ഷിയും തമ്മിലുള്ള കച്ചവടം അവിടെ ഉറപ്പിച്ചു. अपनी चोंच से एक पर को खींच कर तोड़ने में उसे तकलीफ होती है.
अपनी चोंच से चोंच बीक അല്ലെ തൻ്റെ കൊക്കുകൊണ്ട് ഒരു പങ്ക് അല്ലെ ഒരു ചിറക് തൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ ആ പക്ഷിക്ക് തക്ലീഫ് ഹോത്തി ഹെ. തക്ലീഫ് എന്താണ്? ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ലേക്കിൻ വഹ് ബർദാസ്ത് കർ ലേത്താ ഹെ. എന്നാൽ അത് എന്ത് ചെയ്തു? അത് സഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ കൊക്ക് അടർത്തി ആ ചിറകുകളെ അടർത്തിയെടുത്തു. പങ്ക് തൂവലാണ്, തൂവലെ അടർത്തിയെടുത്തു. मुँह में बड़े स्वाद के साथ 2 दीमकें दबाकर वह पक्षी फुर से उड़ जाता है. അങ്ങനെ വായിലെ സ്വാദുള്ള 2 ചിതലുകളെ വെച്ചിട്ട് ആ പക്ഷി ആകാശത്തിലേക്ക് ഫുർ എന്ന് പറന്നുപോയി. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वह रोज़ तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. അല്ല ഇപ്പോഴാ പക്ഷിക്ക് ഗാഡി വാലയിൽ നിന്ന് 2 ചിതലുകളെ വാങ്ങാനും ഒരു ചിറക് അടർത്തി മാറ്റി കൊടുക്കാനും എന്താണ് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ബഹുത് ആസാൻ മാലൂം ഹുയി. ആസാൻ എന്താണ്? എളുപ്പം, വളരെ ഈസി ആയിട്ട് അതിന് തോന്നി. पर रोज़ तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. അല്ലേ വഹ് റോസ് എന്താണ്? ഡെയിലി അല്ലേ. അത് ഡെയിലി എന്ത് ചെയ്യാൻ തുടങ്ങി? തീസരെ പഹർ നീച്ചെ ഉത്തർത്ത, 3-ാം യാമത്തിലെ താഴത്തേക്ക് ഇറങ്ങും. और गाड़ी वाले को एक पंख देकर അല്ലേ വണ്ടിക്കാരന് ഒരു തൂവല് കൊടുത്തിട്ട് 2 दीमकें खरीद लेता, 2 ചിതലുകളെ വാങ്ങുമായിരുന്നു. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज़ नहीं दिए जा सकते. एक दिन पिताजी ने यह दृश्य देखा. അല്ല ഒരു ദിവസം ഈ പക്ഷിയുടെ അച്ഛൻ ആ ദൃശ്യം കണ്ടു. എന്താണ് കണ്ടത്? അല്ലേ കുച്ച് ദിനോ തക്ക് ഐസാ ഹി ചൽത്താ രഹാ. കുറേ ദിവസം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. വണ്ടിക്കാരൻ 3-ാം യാമത്തിലെ പക്ഷി താഴത്തേക്ക് വരും, വണ്ടിക്കാരന് തൂവൽ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ദീമക്കിനെ വാങ്ങി കഴിക്കും. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഒരു ദിവസം ഇതിൻ്റെ അച്ഛൻ ഈ പ്രവൃത്തി കണ്ടു. ഉസ്നെ സംസാനെ കി കോശിഷ് കി. അല്ലേ അയാൾ അതിനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. എന്ത്? ദീമക്കെ ഹമാരാ സ്വാഭാവിക് ഭോജൻ നഹി ഹേ ബേട്ടെ. മകനെ, ദീമക് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമല്ല. അവർ ഉൻകെ ലിയെ അപ്നെ പങ്ക് തോ ഹർഗിസ് നഹി ദിയെ ജാ സക്തേ. അല്ലേ അതിനുവേണ്ടി നീ എന്ത് ചെയ്യാൻ പാടില്ല? ഹർഗിസ് എന്താണ്? നെവർ. അല്ലേ ഒരിക്കലും നിൻ്റെ ചിറകുകളെ കൊടുക്കാൻ പാടില്ല. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुँह दूसरी ओर कर लिया. उसे ज़मीन पर उतरकर दीमकें खाने की चढ़ लग गई थी. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुँह दूसरी ओर कर लिया. എന്നാൽ ആ നൗജവാൻ പക്ഷി അല്ലേ അച്ഛൻ പറയുന്നത് കേൾക്കാതെ വളരെ ഗൗരവത്തിൽ തൻ്റെ മുഖം എന്ത് ചെയ്തു? മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു. ഉസേ ജമീൻ പർ ഉദർക്കർ ദീമക്കെ ഖാനയ്ക്ക് ചട്ട് ലഗ് ഗയി. അപ്പോഴേക്കും അതിന് എന്താണ് ഈ ദീമക്കിനോടുള്ള ചിതലുകളോടുള്ള താല്പര്യം അല്ലേ വളരെ കൂടിയിരുന്നു. അത് സ്വയം തന്നെ എന്താണ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ചിതലുകളെ അന്വേഷിക്കാൻ തുടങ്ങി. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. ഇപ്പോഴാ പക്ഷിക്ക് അല്ലെ ആ നൗജവാൻ പക്ഷിക്ക് മറ്റൊരു ജീവികളെയും അതേപോലെ തന്നെ മറ്റൊരു ധാന്യവും പഴങ്ങളും ഒന്നും തന്നെ ഇഷ്ടമായില്ല. ദീമക്കോं का शौक अब उस पर हावी हो गया था. ഹാവി ഹോന എന്താണ്? ആധിപത്യം സ്ഥാപിക്കുക. അല്ല ദീമക്കിൻ്റെ രുചി അവനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴവന് ആകെ എന്ത് മാത്രമേ ഇഷ്ടമായിരുന്നുള്ളൂ? ഈ ചിതലുകളെ മാത്രമേ ഭക്ഷിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. लेकिन ऐसा कितने दिन तक चलता. उसके पंखों की संख्या लगातार घटती चली गई. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों,
पेड़ों की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता। उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते। वह बहुत पिछड़ जाता, फिर भी दीमक खाने का उसका शौक कम नहीं हुआ। दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा। लेकिन ऐसा कितने दिनों तक चलता? എന്നാൽ ഇങ്ങനെ എത്ര ദിവസം വരെ തുടരും? उसके पंखों की संख्या लगातार गढ़ती हुई चली गई അല്ലേ? അതിൻ്റെ തൂവലുകളുടെ പങ്ഖോ കി സംഖ്യ, തൂവലുകളുടെ എണ്ണം എന്താണ്? ലഗാതാർ, ലഗാതാർ എന്താണ്? തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, ഘടുത്തി ചലി ഗൈ, കുറഞ്ഞുകൊണ്ടേയിരുന്നു. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. ഇപ്പോഴതിനെന്താണ്? ഉയരങ്ങളിലെ അതിൻ്റെ ശരീരത്തെ സന്തുലനാവസ്ഥയിൽ നിർത്താൻ കഴിയാതായി വന്നു. ന ബഹുത് സമയ തക്ക് പങ്ക് ഉസെ സഹാര ദേ സക്തേ ഥേ അല്ലേ? വളരെ സമയത്തോളം അതിനെ ആകാശത്ത് പറന്ന് നടക്കാനും കഴിഞ്ഞില്ല. ആകാശ് യാത്രാക്കെ ദൗരാൻ അല്ലേ? ആകാശ് യാത്രാക്കെ ബീച്ച് മേ അല്ലേ? ആകാശയാത്ര ചെയ്യുന്നതിന് ഇടയിലെ ഉസെ ജൽദി ജൽദി അതിന് പെട്ടെന്ന് തന്നെ എന്താണ്? പഹാടി ചട്ടാനോ, പർവ്വതങ്ങളുടെ ചട്ടാൻ എന്താണ്? റോക്ക്, പർവ്വതങ്ങളുടെ പാറകളിലും അതേപോലെ തന്നെ പേടോം കി ചോട്ടിയോ, മരത്തിൻ്റെ ഏറ്റവും മുകളിലും ഗുംബദോം और ബുർജോം पर हाँफते हुए बैठ जाना पड़ता. അതായത് ടവർ അല്ലേ? ടവറിൻ്റെ മേലെയും ഗോപുരങ്ങളുടെ മേലെയൊക്കെ എന്താണ്? അതിനെ കിതച്ചുകൊണ്ട് ഇരിക്കേണ്ടതായിട്ട് വന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. എന്നാൽ അതിൻ്റെ ഫാമിലിയിലുള്ള അല്ലെ പരിവാർ വാലെ, കുടുംബത്തിലുള്ള മറ്റംഗങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സുഹൃത്തുക്കൾ എന്താണ്? ഊഞ്ചായിയോം പർ ബഡ് ജാത്തെ അല്ലേ? ആകെ ബഡ് ജാത്തെ, ഉയരങ്ങളിലെ പറന്ന് പോയിക്കൊണ്ടേയിരുന്നു. വഹ ബഹുത് പിച്ചഡ് ജാത്ത, ഈ പക്ഷി എന്തായിപ്പോയി? വളരെ പിന്നിലായിപ്പോയി. ഫിർ ബി ദീമക് ഖാനെ കാ ഉസ്കാ ശൗക്ക് കം നഹി ഹുവ, എന്നിട്ടും എന്താണ്? ഈ ചിതലുകളെ തിന്നാനുള്ള അതിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞില്ല. ദീമക്കോं के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा അല്ല? ദീമക്കോं के लिए, ഈ ദീമക്കിന് വേണ്ടിയിട്ട്, ചിതലുകൾക്ക് വേണ്ടിയിട്ട് അത് അതിൻ്റെ ചിറകുകളെ വണ്ടിക്കാരന് പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है, वह मूर्खों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. अब वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी यह शक्ति भी कम होती गई और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता, लेकिन दीमक खाने का शौक नहीं छूटा. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. മെല്ലെ മെല്ലെ അതിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആകാശത്തിൽ പറക്കുന്നത് എന്താണ്? വ്യർത്ഥമാണ്, വെറുതെയാണ്. ഫിജൂൽ, യൂസ്ലെസ് അല്ലേ? അതെന്താണ്? വളരെ ഒരു ഉപകാരവുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ആകാശത്തിലൂടെ പറക്കുക എന്നത് ചിന്തിച്ചു. അപ്പോൾ മൂർഖോं का काम है, മൂർഖ ഫുൾ അല്ലേ? ഇതെന്താണ്? വിഡ്ഢികളുടെ ജോലിയാണ്. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. അപ്പോഴേക്കും അതിൻ്റെ സ്ഥിതി അങ്ങനെയായിരുന്നു, അതിന് ആകാശത്തിൽ പറക്കാൻ കഴിയില്ലായിരുന്നു. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. അത് വെറുതെ എന്ത് ചെയ്തു? ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് മറ്റൊരു മരത്തിലേക്ക് എത്തും. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഭി കം ഹോത്തി ഗയി, മെല്ലെ മെല്ലെ അതിന് ആ പറക്കാനുള്ള ആ ശക്തി എന്തായി? കുറഞ്ഞു കുറഞ്ഞു വന്നു. और एक समय आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. അങ്ങനെ ഒരു സമയവും വന്നെത്തി. എങ്ങനെയാണ്? ജബ് വഹ് ബഡി മുഷ്കിൽ സെ, അത് വളരെ വിഷമിച്ചിട്ട് പേടിക്ക് ഏക്ക് ഡാൽ സെ, മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ നിന്ന് അല്ലേ? എന്താണ്? ദൂസരി ഡാൽ പർ, മറ്റൊരു ശിഖരത്തിലേക്ക് ചൽക്കർ, നടന്നിട്ട്, അല്ലെങ്കിൽ ഫുദക് കർ, മെല്ലെ മെല്ലെ ചാടിയിട്ട് പഹുഞ്ചത്ത, എത്തുന്നൊരു സ്ഥിതി വരെ വന്നു ചേർന്നു.
ലേക്കിൻ ദീമക് ഖാനെ കാ ശൗക്ക് നഹി ചൂട്ടാ. എന്നിട്ടും അതെന്ത് ചെയ്തില്ല? ചിതലുകളെ തിന്നാനുള്ള അതിൻ്റെ സ്വഭാവം ഉപേക്ഷിച്ചില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്ത ദേ ജാത്താ. वह कहीं नसर में न आता. पक्षी उसके इंतजार में खुलता रहा. बीच बीच में गाड़ी वाला बुत्ता दे जाता. ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ ഈ പക്ഷി എന്ത് ചെയ്തു? പറ്റിക്കുമായിരുന്നു. വഹ് കഹിം നസർ മേൻ ന ആത്ത. ചില ദിവസങ്ങളിൽ അദ്ദേഹം വരികയില്ലായിരുന്നു. അദ്ദേഹത്തെ എവിടെയും കാണാനേ ഇല്ലായിരുന്നു. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഖുൽത്താ രഹാ. പക്ഷി അയാളെ പ്രതീക്ഷിച്ച് ക്ഷീണിച്ചിരുന്നു. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमकें ढूंढूंगा. इसलिए वो पेड़ पर से उतरकर ज़मीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमकें ढूंढूंगा. അല്ലെ, അതിന് ദീമക്കുകളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞേയില്ല. അതിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? മേ ഖുദ് ദീമക് കോ ഢൂഢൂംഗ. ഞാൻ സ്വയം എന്ത് ചെയ്യും? ദീമക്കിനെ അന്വേഷിക്കും. ഇസ്ലിയെ വോ പേട് പർ സെ ഉതർ കർ ജമീൻ പർ ആ ഗയാ. അങ്ങനെ അത് മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭൂമിയിലേക്ക് വന്നു. അവർ ഘാസ് കെ എക് ലഹറാത്തെ ഗുച്ഛെ മേ സിമട്ട് കർ ബൈഠ് ഗയാ. എന്നിട്ട് എന്ത് ചെയ്തു? ഘാസ് എന്താണ്? പുല്ല് അല്ലെ, പുല്ലിൻ്റെ ഒരു ലഹരാന എന്താണ്? പാറി പറക്കുന്ന ഇളകുന്ന ഒരു ഗുച്ഛ എന്താണ്? ഒരു കൂട്ടത്തിന് മുകളിൽ വന്നിരുന്നു. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. वो खूब मेहनत से ज़मीन में से दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गए. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. എന്നാലേ ഒരു ദിവസം ആർക്കറിയാം ആ പക്ഷിയുടെ മനസ്സിൽ എന്താണ് ഉണ്ടായതെന്ന്? वह खूब मेहनत से ज़मीन में से दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. അതെന്ത് ചെയ്തു? വളരെ വിഷമിച്ചിട്ട് ദീമക്ക് കഴിക്കുന്നതിന് പകരം അതിനെ എന്ത് ചെയ്തു? ഇസ്കാ ഏക് ഡേർ, അതിനെ ഒരു കൂനയാക്കിയിട്ട് അതിനെ കൂട്ടിവെക്കാൻ തുടങ്ങി. ഇക്കട്ടാ കർണേ ലഗ, ഖാനേ കെ ബജായ്, കഴിക്കുന്നതിന് പകരം അത് സ്വരൂപിച്ച് വെക്കാൻ തുടങ്ങി. अब उसके पास दीमकों के ढेर हो गए. ഇപ്പോഴേ ആ പക്ഷിയുടെ അടുത്ത് ദീമക്കിൻ്റെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായി. फिर एक दिन एकाएक वो गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाले, ओ गाड़ी वाले, मैं कब से तुम्हारा इंतज़ार कर रहा था. फिर एक दिन പിന്നെ ഒരു ദിവസം എന്താ സംഭവിച്ചത്? ഏക് ഗാഡി വാല ദിഖായി ദിയ. ഏക് ജൽദി, പെട്ടെന്ന് അല്ലേ, സഡൻലി പെട്ടെന്നാണ് ആരെ കാണപ്പെടുന്നത്? വണ്ടിക്കാരനെ കാണപ്പെടുന്നത്. പക്ഷിക്ക് ബഡി ഖുശി ഹുയി അല്ലേ, ഗാഡി വാലേക്കോ ദേഖക്കർ പക്ഷിക്ക് ബഡി ഖുശി ഹുയി. വണ്ടിക്കാരനെ കണ്ടതും പക്ഷിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. ഉസ്നെ പുക്കാർ കർ കഹാ, ഗാഡി വാലേ, ഓ ഗാഡി വാലേ. ആ പക്ഷി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു, വണ്ടിക്കാരാ, मैं कब से तुम्हारा इंतज़ार कर रहा था. ഞാൻ എത്ര കാലമായി നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. पहचानी आवाज़ सुनकर गाड़ी वाला रुक गया. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमकें जमा कर ली है. पहचानी आवाज़ सुनकर गाड़ी वाला रुक गया. അപ്പോൾ എവിടെയോ ഒരു സൗണ്ട് അല്ലേ, കേട്ട് മറന്ന ഒരു ശബ്ദം അല്ലേ, അത് കേട്ടിട്ട് വണ്ടിക്കാരൻ അവിടെ നിന്നു. തബ് പക്ഷിനെ കഹാ അല്ലെ, അപ്പോഴും പക്ഷി പറഞ്ഞു, ദേഖോ മേനെ കിത്തനി സാരി ദീമക്കെ ജമാക്കർ ലീ ഹേ. നോക്കൂ, ഞാൻ എത്ര കുറേ ദീമക്കാണ് ഇവിടെ ജമാക്കറിന് എന്താണ് സ്വരൂപിച്ച് വച്ചിരിക്കുന്നതെന്ന്. गाड़ी वाले को पक्षी की बातें समझ में नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं. गाड़ी वाले को पक्षी की बातें समझ में नहीं आई. വണ്ടിക്കാരന് പക്ഷി പറഞ്ഞ കാര്യം എന്താണ് മനസ്സിലായില്ല. അല്ലെ, उसने सिर्फ इतना कहा, അദ്ദേഹം ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. तो मैं क्या करूं അല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്. ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो. പക്ഷി ने जवाब दिया. ഇത് കേട്ട് പക്ഷി എന്തുത്തരമാണ് കൊടുത്തത്? ये मेरी दीमकें ले लो, ഇതാ എൻ്റെ ചിതലുകളെ എടുത്തുകൊള്ളൂ. और मेरे पंख मुझे वापस कर दो, എന്നിട്ട് എൻ്റെ ചിറകുകൾ എനിക്ക് തിരിച്ചു തരും. गाड़ी वाला ठठाकर हंस पड़ा. उसने कहा, बेवकूफ़, मैं दीमक
के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. അല്ലേ, ഗാഡി വാല ടഡ്ഡാക്കർ ഹസ് പടാ. ടഡ്ഡാക്കർ ഹസ് എന്താണ്? പൊട്ടിച്ചിരിക്കുക. അല്ലേ, വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു, ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്നെ കഹാ ലെ ബേവ്കൂഫ് മെനെ ദീമക് കെ ബദലെ പങ്ക് ലെത്താ ഹും, പങ്ക് കെ ബദലെ ദീമക് നഹി. ഞാനെന്താണ് ദീമക്കിന് പകരം ചിറകാണ് വാങ്ങിച്ചത്, ചിറകിന് പകരം എന്തല്ല, ദീമക്കല്ല. ഗാഡിവാലനെ പങ്ക് ശബ്ദക്കാർ ബഹുത്ത് സോർ ദിയാ ഥാ. അല്ലേ, വണ്ടിക്കാരൻ പങ്ക് എന്നുള്ള ശബ്ദത്തിന്, ചിറക് അല്ലെ തൂവൽ എന്നുള്ള ശബ്ദത്തിന് എന്ത് കൊടുത്തു? കൂടുതൽ സ്ട്രെസ് കൊടുത്തു. അല്ലേ, സോർ ദിയാ ഥാ. അല്ലേ, ആ ശബ്ദത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഗാഡിവാല ചലാ ഗയാ, പക്ഷി ചട്പടാക്കർ രഹ് ഗയാ. അല്ല, ഇത്തനാ കഹക്കർ ഗാഡിവാല ചലാ ഗയാ. ഇത്രയും പറഞ്ഞിട്ട് വണ്ടിക്കാരൻ പോയി. പക്ഷി സ്തബ്ധ രഹ് ഗയാ. പക്ഷി അവിടെ സ്തബ്ധനായിട്ട് ഇരുന്നു പോയി. एक दिन एक काली बिल्ली आई और अपने मुँह से उसे दबाकर चली गई. അങ്ങനെ ഒരിക്കൽ ഒരു കറുത്ത പൂച്ച വന്നിട്ട് നമ്മുടെ ആ നൗജവാൻ പക്ഷിയെ അതിൻ്റെ വായിൽ ഒതുക്കി പിടിച്ച് പോയി. तब उस पक्षी का घुन टपक टपक कर ज़मीन पर बूंदों की लकीर बना रहा था. അല്ലേ, അന്ന് ആ പക്ഷിയുടെ ഖൂൻ, ബ്ലഡ് അല്ല എന്താണ്, ടപ്പക്ക് ടപ്പക്ക് കാർ ഇറ്റ് വീണിട്ട് ഭൂമിയിൽ എന്തായി, ഏക്ക് ലക്കീർ ബനാരഹ അല്ലെ, ഒരു ചുവന്ന രേഖയായിട്ട് മാറി. ഇത്രയാണ് പക്ഷി ഔർ ദീമക് കി കഹാനി. അല്ലെ, ഇതാണ് ചിതലിൻ്റെയും പക്ഷിയുടെയും കഥ. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആലസ്യ ചോടനാ ചാഹിയേ. അല്ലേ, നമ്മൾ എന്ത് ഉപേക്ഷിക്കണം? അലസത ഉപേക്ഷിക്കണം. അവർ ബുജുർഗോ കി ബാത്തേ മാനനാ ചാഹിയേ. അതേപോലെ തന്നെ മൂത്തവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇതാണ് ഈ കഥാഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.